ഓക്കെ, നമ്മൾ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോണത്. മിനിമൈസേഷൻ ഓഫ് എറേഴ്സ്. മെത്തേഡ്സ് ടു മിനിമൈസ് ഡിറ്റർമിനേറ്റ് എറേഴ്സ്. നമ്മൾ എറേഴ്സ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, എറേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്നും ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എറേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ആ എററിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. എററിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അതാണ് ഡിറ്റർമിനേറ്റ് എറേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് ആണെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാവണേന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്കതിനെ മോഡിഫൈ ചെയ്യാനോ അതിനെ റിമൂവ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഡിറ്റർമിനേറ്റ് എറേഴ്സിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യത്തെയാണ് കാലിബ്രേഷൻ വർക്ക്. രണ്ടാമത്തെയാണ് റണ്ണിങ് എ ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ. മൂന്നാമത്തെ ഇൻഡിപെൻഡൻറ്റ് അനാലിസിസ്. നാലാമത്തെ അനാലിസിസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് സാമ്പിൾ. കാലിബ്രേഷൻ, റണ്ണിങ് എ ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ, independent analysis and analysis of standard sample are the four methods to reduce or to minimize errors. അതിൽ ആദ്യത്തെയാണ് കാലിബ്രേഷൻ വർക്ക്. അപ്പം എന്താണ് കാലിബ്രേഷൻ വർക്ക് എന്ന് നോക്കാം. കാലിബ്രേഷൻ ഓഫ് an instrument or apparatus involves the correlation of its readings with that of a standard. നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെയോ അപ്പാരറ്റസിൻ്റെയോ കാലിബ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റീഡിങ്സ് ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഇറഗുലാരിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് അപ്പാരറ്റസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുള്ള ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന എറേഴ്സൊക്കെ നമുക്ക് ഈ മെത്തേഡ് വഴി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. The errors can be minimized by applying the calibrated values to the original measurement. ഇങ്ങനെ കാലിബ്രേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ഒറിജിനൽ മെഷർമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എറേഴ്സ് മിനിമൈസ് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയാണ് പറയണേന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ വോളിമെട്രിക് അനാലിസിസ് ലാബിൽ ചെയ്തിട്ടുണ്ട്, ടൈട്രേഷൻസ് ചെയ്തിട്ടുണ്ട്. ടൈട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? 20 ml പിപ്പറ്റ് ആവശ്യമാണ്. ഒരു 50 ml ഒരു ബ്യൂററ്റ് നമ്മൾ എടുക്കലുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉണ്ടാക്കലുണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ കാലിബ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ കാലിബ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിലിപ്പോൾ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്തു കഴിഞ്ഞാൽ 100 ml എന്നുള്ള മാർക്കിംഗ് വരെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 100 ml സൊല്യൂഷൻ തന്നെയാണോ ഉണ്ടാവുക? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്തിട്ട് അതിനെ നന്നായി വാഷ് ചെയ്ത്, ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് അതിനെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെച്ചു. അതേപോലെ തന്നെ ഇത് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബ്യൂററ്റാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 50 ml ബ്യൂററ്റാണ് നമ്മൾ ഇത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതും ഇതേപോലെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ബ്യൂററ്റിൽ 50 ml കറക്റ്റ് 50യുടെ മാർക്ക് ആവുന്നവരെ നമ്മൾ അതിൽ എന്ത് ചെയ്തു? വാട്ടർ നിറച്ചു. നമ്മൾ ബ്യൂററ്റ് നിറയ്ക്കുമ്പോൾ നമുക്കറിയാം സ്റ്റോപ്പറിൻ്റെ താഴത്ത് ചെറിയൊരു പോർഷൻ ഉണ്ട്, അതുകൂടി ഫില്ല് ചെയ്യാൻ നോക്കണം. അപ്പം അങ്ങനെ ഫില്ല് ചെയ്തിട്ട് കറക്റ്റ് 50 ml ആക്കുന്നവരെ 50 ml മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു? ഇതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തു. ഈ ഡിസ്റ്റിൽഡ് വാട്ടറിന്ന് 50യിൽ നിന്ന് തുടങ്ങി 0 വരെയുള്ളത് നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു. ഇതേപോലെ ഒരു 50 ml കൂടി ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് നോക്കണം? ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഇപ്പോൾ 100 ml വാട്ടർ ഉണ്ട്, അതിൻ്റെ മാർക്ക് എവിടം വരെയാണ്, അതിൻ്റെ ആ വാട്ടറിൻ്റെ ലോവർ മെനിസ്കസ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മളൊരു മാർക്ക് വയ്ക്കുക. ചില സമയത്ത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ചിലപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലായിരിക്കില്ല, അതിൻ്റെ ചിലപ്പോൾ മുകളിലായിരിക്കാം, അതിൻ്റെ താഴെയായിരിക്കാം ഇൻസ്ട്രുമെൻറ്റിൽ ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഈ മാർക്ക് ഉണ്ടാവുക. അപ്പോൾ
അതുമൂലം നമ്മുടെ ഇതിൽ ബ്യൂററ്റ് 50 ml എടുക്കുമ്പോൾ ഒരു രീതിയിൽ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 100 ml എടുക്കുമ്പോൾ വേറൊരു മെഷർമെൻറ്റ്, അതേപോലെ പിപ്പറ്റ് ചെയ്യുമ്പോൾ വേറൊരു, അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ഇതേപോലെ മെഷറിങ്ങിന് ഡിഫറൻസ് വരികയാണെങ്കിൽ നമ്മുടെ അനാലിസിസിനെ കാര്യമായി ബാധിക്കും, നല്ലപോലെ എറർ വരും. അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് നമ്മുടെ ബ്യൂററ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡൈസ് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയുക, കാലിബ്രേറ്റ് ചെയ്തു. സ്റ്റാൻഡേർഡൈസ് ചെയ്തു എന്നല്ല പറയുക, കാലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് പിപ്പറ്റ് കാലിബ്രേറ്റ് ചെയ്യാം, ബ്യൂററ്റ് കാലിബ്രേറ്റ് ചെയ്യാം, എന്താ പറയുക, വെയിങ് ബാലൻസ്, വെയിറ്റ് കാലിബ്രേറ്റ് ചെയ്യുക. 1 gram വെയിറ്റ് എടുത്തിട്ട് ആ 1 gram എന്നുള്ളത് ചിലപ്പോൾ നമ്മളിൽ കൂടുതലോ കുറവായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റിൽ. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിനെയൊക്കെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ട് അനാലിസിസിൽ ഉപയോഗിക്കാം. ഇതാണ് കാലിബ്രേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് റണ്ണിങ് എ ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ ബ്ലാങ്ക് എന്താന്ന് പറയണം. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ബ്ലാങ്ക് ആയിട്ട് ഇടുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? ഒന്നുമില്ലാണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഒന്നുമില്ലാതെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനലൈറ്റ് ഇല്ലാണ്ട്. എ ബ്ലാങ്ക് കണ്ടെയ്ൻസ് ദ റിയേജൻ ആൻഡ് ദ സോൾവെന്റ് യൂസ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ എക്സെപ്റ്റ് അനലൈറ്റ്. ബ്ലാങ്കിൽ എന്തൊക്കെ ഉണ്ട്? നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻസ് ഉണ്ട്, അതേപോലെ സോൾവെന്റും ഒക്കെ ഉണ്ട്. എക്സെപ്റ്റ് നമ്മുടെ അനലൈറ്റ് ഉള്ള സൊല്യൂഷനെയാണ് നമ്മൾ ബ്ലാങ്ക് എന്ന് പറയുക. ഈ ബ്ലാങ്ക് സൊല്യൂഷൻ ഓൾ സ്റ്റെപ്സ് ഓഫ് ദ അനാലിസിസ് ആർ പെർഫോംഡ് ഓൺ ദ ബ്ലാങ്ക് മെറ്റീരിയൽ. നമ്മളൊരു അനാലിസിസ് എങ്ങനെയാണോ നടത്തുന്നത് അതിലുള്ള എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്തിട്ട് നമ്മൾ ഈ ബ്ലാങ്കും അനലൈസ് ചെയ്തു. ദിസ് അലൗസ് ഫൈൻഡിങ് ഔട്ട് ആൻഡ് ദെർബൈ ക്യാൻസലിംഗ് ഔട്ട് ദ ഇഫക്റ്റ് ദാറ്റ് ഇംപ്യൂരിറ്റീസ് ഓർ റിയേജൻസ് ഓർ ദ സോൾവെന്റ്സ് ഇൻട്രൊഡ്യൂസസ് ടു ദ ഡിറ്റർമിനേഷൻ. ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യും? നമ്മുടെ റിയേജന്റ് കൊണ്ടുണ്ടാവണത്, ഇൻസ്ട്രുമെന്റ് കൊണ്ടുണ്ടാവണത്, അതേപോലെ ഇംപ്യൂരിറ്റീസ്, സോൾവെന്റ് കൊണ്ടുണ്ടാവണതൊക്കെ എറേഴ്സിനെ മനസ്സിലാക്കാനും അതുവഴി അത് എലിമിനേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഇറ്റ് ഈസ് അപ്ലൈഡ് ഫോർ ടൈട്രിമെട്രിക് ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രിക് ഡിറ്റർമിനേഷൻ. ടൈട്രേഷൻസിലും ടൈട്രിമെട്രിക് അനാലിസിസിലും സ്പെക്ട്രോഫോട്ടോമെട്രിക് അനാലിസിസിലൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഈ ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് ഇൻഡിപെൻഡന്റ് അനാലിസിസ്. ഒറ്റയ്ക്ക്, അതായത് ഇൻഡിപെൻഡന്റ് എന്നുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക്. ഇൻ ദിസ് മെത്തേഡ് എ സെക്കൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് റിലയബിൾ അനാലിറ്റിക്കൽ മെത്തേഡ് ഇസ് യൂസ്ഡ് ഇൻ പാരലൽ വിത്ത് ദ മെത്തേഡ് ബീങ് ഇവാലുവേറ്റഡ്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണ അനലൈറ്റിനെ നമ്മളൊരു അനലൈറ്റ് എടുത്തു അതിനെ എങ്ങനെയാണോ ഇവാലുവേറ്റ് ചെയ്യണത് അതല്ലാണ്ട് ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈറ്റ് അനലൈസ് ചെയ്തു. കൺകോർഡൻസ് ഇൻ റിസൾട്ട് എൻഷുവേഴ്സ് ദ കറക്റ്റ്നെസ്. 2 റിസൾട്ടും തമ്മിൽ ഒരേപോലെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക കറക്റ്റാണ് നമ്മുടെ അനാലിസിസ് എന്ന്. ദിസ് എനേബിൾസ് കെയർഫുൾ റിപ്പീറ്റേഷൻ ഓഫ് ദ അനാലിസിസ് വിത്ത് പ്രോപ്പർ റിസൾട്ട്. പ്രോപ്പറായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യണ മെത്തേഡ് ഓഫ് അനാലിസിസ് സെയിം ആണോ, നല്ലതാണോ, റിലയബിൾ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറ്റും? ഈ ഇൻഡിപെൻഡന്റ് അനാലിസിസ് പറ്റും. അടുത്തതാണ് അനാലിസിസ് ഓഫ് സ്റ്റാൻഡേർഡ് സാമ്പിൾ. ഇപ്പൊ സ്റ്റാൻഡേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വോളിമെട്രിക് അനാലിസിസിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കലുണ്ടാവും അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താ? നമ്മൾ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് സോൾട്ട് മെഷർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന സൊല്യൂഷനാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഈസ് ദാറ്റ് സൊല്യൂഷൻ whose concentration is known. കോൺസെൻട്രേഷൻ നമുക്ക് അറിയാവുന്ന ഒരു സൊല്യൂഷനാണ് എന്ത്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അതേപോലെ കോമ്പോസിഷൻ നമുക്ക് അറിയാവുന്ന ഒരു സാമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് സാമ്പിൾ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് സാമ്പിൾ ഉപയോഗിച്ചിട്ട് അനാലിസിസ് നടത്തുക. ദ പ്രോസസ് ഇൻവോൾവ്സ് അനലൈസിങ് സ്റ്റാൻഡേർഡ് റെഫറൻസ് മെറ്റീരിയൽ, ദാറ്റ് ഇസ് മെറ്റീരിയൽസ് ദാറ്റ് കണ്ടെയ്ൻ അനലൈറ്റ് അറ്റ് നോൺ കോൺസെൻട്രേഷൻ. നമുക്കറിയുന്ന കോൺസെൻട്രേഷനിൽ അനലൈറ്റ് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെഫറൻസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അനാലിസിസ് നടത്തി. ദിസ് ഫോളോസ് ദ സെയിം മെത്തേഡ് ആസ് യൂസ്ഡ് ഫോർ അനലൈറ്റ് സാമ്പിൾ. ഏത് മെത്തേഡിലാണോ നമ്മൾ അനലൈറ്റിനെ അനാലിസിസ് നടത്തുന്നത് അതേ സെയിം മെത്തേഡിൽ വേണം നമ്മൾ നോൺ കോമ്പോസിഷൻ എടുത്തിട്ട് അനാലിസിസ് നടത്താൻ. ഇഫ് ദ റിസൾട്ട് എഗ്രീസ് വിത്ത് ദ ആക്സെപ്റ്റഡ് വാല്യൂ, ദ results obtained for the sample can also be regarded as reliable. നമ്മൾ എടുത്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെന്റും
സ്റ്റാൻഡേർഡ് റെഫറൻസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള അതേ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുള്ള ആ എക്സ്പെരിമെൻറ്റിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് സെയിം ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് റിലയബിൾ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പം അതാണ് അനാലിസിസ് ഓഫ് സ്റ്റാൻഡേർഡ് സാമ്പിൾ. ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അതിൽ ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളിതിൽ എറേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ എറർ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എറേഴ്സിനെ മാറ്റാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എറേഴ്സിനെ മിനിമൈസ് ചെയ്യാനുള്ള 4 കാലിബ്രേഷൻ, റണ്ണിങ് എ ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ, അനാലിസിസ്, ഇൻഡിപെൻഡന്റ് അനാലിസിസ് ആൻഡ് അനാലിസിസ് ഓഫ് എ സ്റ്റാൻഡേർഡ് സാമ്പിൾ. ഈ 4 മെത്തേഡ് വഴി നമുക്ക് എറേഴ്സിനെ, സോഴ്സ് ഓഫ് എറർ കണ്ടുപിടിക്കാനും അത് മിനിമൈസ് ചെയ്യാനും സാധിക്കും. ഇനി അടുത്തൊരു പോർഷനാണ് സാമ്പിളിംഗ്. കെമിക്കൽ അനാലിസിസ് ഇസ് പെർഫോംഡ് ഓൺലി ഓൺ എ സ്മോൾ പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ കെമിക്കൽ അനാലിസിസ് ലാബിൽ ചെയ്യുന്നത് ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ്. നമുക്ക് ഒരു സോൾട്ട് കുറച്ചൊരു എന്താ പറയുക, ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറേ സോൾട്ട് കിട്ടിച്ചാൽ നമ്മൾ ആ സോൾട്ട് മൊത്തം എടുത്തിട്ടാണോ നമ്മൾ അനാലിസിസ് നടത്തുക? ഇല്ല, അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്, അല്ലേ? അപ്പോൾ ദ കോമ്പോസിഷൻ ഓഫ് ദിസ് പാർട്ട് മസ്റ്റ് ബി റിപ്രസെൻറ്റഡ് ആസ് ക്ലോസ്ലി ആസ് ദ ആവറേജ് കോമ്പോസിഷൻ ഓഫ് ദ ബൾക്ക് മെറ്റീരിയൽ. ഈ പാർട്ടിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ എത്രത്തോളം ബൾക്കിന്റെ കോമ്പോസിഷനുമായിട്ട് അടുത്ത് നിൽക്കണോ അത്രയും നന്നാവണം, അല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു ഓറ്, ഭൂമിയിലുള്ള മിനറൽസിന്റെ ഡെപ്പോസിറ്റിനെയാണ് ഓർ എന്ന് പറയുക. അത് കുറച്ചായിട്ടാണ് ഉണ്ടാവുക? അല്ല, വളരെ വാസ്റ്റായിട്ട് ഏരിയയിൽ കുറേ ലംസ് ആയിട്ട് പരന്നു കിടക്കുന്നതായിരിക്കും ഈ ഓർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓറിന്റെ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ചെറിയൊരു പോർഷൻ എടുക്കുള്ളൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെ the small representative portion of the bulk material under investigation selected for the use in an analytical procedure is commonly referred to as sample. നമ്മുടെ അനാലിറ്റിക്കൽ പ്രൊസീജിയറിൽ ഏത് അനലൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് ആ അനലൈറ്റിനെ അനാലിസിസ് ചെയ്യാൻ നമ്മുടെ പ്രൊസീജിയറിൽ വളരെ കുറച്ചായിട്ട്, ബൾക്കിൽ നിന്ന് വളരെ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് പോർഷൻ എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ പോർഷനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുക. ആ എടുക്കുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുക. അപ്പം എന്താ സാമ്പിള്? നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ബൾക്ക് മെറ്റീരിയലിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോർഷനാണ് സാമ്പിള്. ഈ സാമ്പിൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുക. ദ പ്രോസസ് ബൈ വിച്ച് representative fraction of the bulk material is acquired for analysis is termed as sampling. ഏത് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഈ ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എടുത്തത് ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുക. അപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ഓറ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ആ പോർഷൻ ചെറിയൊരു പോർഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ആ ഓറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് കോമ്പോസിഷൻ ഉള്ളതായിരിക്കണം ഈ സാമ്പിള്. അപ്പം ഇങ്ങനെ സാമ്പിൾ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, ഗ്രോസ് ആൻഡ് ലബോറട്ടറി സാമ്പിൾസ്. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഓറിൻ്റെ അനാലിസിസ് നടത്തുകയാണ്. അപ്പം ഈ ഓറിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ എന്ത് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നമ്മളെടുത്തിട്ടുള്ള ആ ലംപായിട്ടുള്ള ഓറിനെ ഓറിൽ നിന്ന് ഒരു പോർഷൻ എടുക്കും. ആ ഓറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷൻ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. എന്താ പറയുക, ആ ഒരു പ്രോസസ്സ് എന്താണ്? മെറ്റീരിയൽസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ മെ നോട്ട് ബി ഓൾവേസ് യൂണിഫോം ഇൻ കോമ്പോസിഷൻ. നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എപ്പോഴും യൂണിഫോം കോമ്പോസിഷൻ ആവില്ല. ഫോർ എക്സാമ്പിൾ, മേ ബി ലാർജ് ആൻഡ് ഹെട്രോജീനിയസ് ലിക്വിഡ്. ലാർജ് ആയിട്ടുള്ള ഹെട്രോജീനിയസ് ലിക്വിഡ് ആവും, ലേക്ക് ആവും, അതിലത്തെ വെള്ളമാവും നമ്മൾ അനാലിസിസിന് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗത്തും കോമ്പോസിഷൻ ഒരേപോലെ ആയിരിക്കില്ല. ഓർ മേ ബി ലാർജ് ആൻഡ് ഹെട്രോജീനിയസ് സോളിഡ്. അതാണ് ഓർ. ലാർജ് ഹെട്രോജീനിയസ് ആയിട്ടുള്ള സോളിഡ് ആയിരിക്കാം, ഓർ ആയിരിക്കാം. ദസ് സാമ്പിളിംഗ് ഇസ് ഡൺ ഇൻ 2 steps. 2 സ്റ്റെപ്പിലാണ് സാമ്പിളിംഗ് നടത്തുക. ആദ്യത്തെയാണ് ഗ്രോസ് സാമ്പിൾ. So what is gross sample? It involves collecting somewhat large portion of the bulk material. This is gross sample, or this process is known as gross sampling. എന്താണ് ഗ്രോസ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ?
ബൾക്ക് മെറ്റീരിയലിൻ്റെ സംവാട്ട് ലാർജ് പോർഷൻ നമ്മൾ കളക്ട് ചെയ്യണ ലാർജ് പോർഷനെയാണ് ഗ്രോസ് സാമ്പിൾ എന്ന് പറയാം. ഇങ്ങനെ ഗ്രോസ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്രോസ് സാമ്പിളിംഗ്. ബൾക്കിൻ്റെ സംവാട്ട് നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുന്ന അനാലിസിസ് ചെയ്യേണ്ടത് നമുക്ക് ഓറാണെന്ന് വെക്കുക. അതിൻ്റെ സംവാട്ട് ഓർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹ്യൂജ് ബൾക്ക് മെറ്റീരിയൽ. അതിൻ്റെ സംവാട്ട് ലാർജ് പോർഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രോസ് സാമ്പിൾ. ആ സംവാട്ട് ലാർജ് പോർഷനെയാണ് നമ്മൾ ഗ്രോസ് സാമ്പിൾ എന്ന് പറയുക. ആ ഗ്രോസ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രോസ് സാമ്പിളിംഗ് എന്ന് പറയുക. ദെൻ വാട്ട് ഇസ് ലബോറട്ടറി സാമ്പിൾ? ഇറ്റ് ഇൻവോൾവ്സ് റെഡ്യൂസിങ് ഗ്രോസ് സാമ്പിൾ ഇൻ ടു ഹോമോജീനിയസ് സാമ്പിൾ. നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു മെറ്റീരിയലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും ഉള്ളതായിരിക്കണം സാമ്പിൾ, അല്ലെങ്കിൽ ഉള്ളതാണ് സാമ്പിൾ അല്ലേ? അപ്പം നമ്മളെ ഈ ഹെട്രോജീനിയസ് കോമ്പോസിഷനുള്ള ഓറിന്റെ ഒരു ലാർജ് പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പല പല പ്രോസസ്സ് നടത്തിയിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഏകദേശം ഒരേ കോമ്പോസിഷൻ വരത്തക്ക രീതിയിൽ അതിനെ നമ്മൾ നന്നായി ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ച് കുറേ പ്രോസസ്സൊക്കെ നടത്തി എടുത്തു. അതിനെയാണ് എന്ത്? റെഡ്യൂസിങ് ഗ്രോസ് സാമ്പിൾ ഇൻ ടു ഹോമോജീനിയസ് സാമ്പിൾ ഇസ് നോൺ ആസ് ലബോറട്ടറി സാമ്പിളിംഗ്. ഗ്രോസ് സാമ്പിളിനെ ഹോമോജീനിയസ് സാമ്പിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താ? എമൗണ്ട് വളരെ കുറവായിരിക്കും. അതാണ് ലബോറട്ടറി സാമ്പിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറയാം എന്താണ് ഗ്രോസ് സാമ്പിൾ, എന്താണ് ലബോറട്ടറി സാമ്പിൾ എന്നൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറയാം. അവർ മെറ്റീരിയൽ അണ്ടർ കൺസിഡറേഷൻ ഇസ് കോൾ ഓർ. നമ്മുടെ സ്റ്റഡി ചെയ്യണത് കോള് ഓർ ആണെന്ന് വിചാരിക്കുക. കോൾ ഓർ ആണെന്ന് വിചാരിക്കുക. സോ നമുക്കതിനെ എന്ത് ചെയ്യണം? ദെൻ about 500 gram of it in lumps about 300 centimeters diameter is the gross sample. അതിൻ്റെ ഒരു വലിയൊരു ഹ്യൂജ് ലംബ് നമ്മൾ കളക്ട് ചെയ്യണം. ഏകദേശം 500 കിലോഗ്രാം ഭാരം വരുന്ന 3 സെന്റിമീറ്റർ ഡയാമീറ്ററിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഹ്യൂജ് ലംബിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹ്യൂജ് ബ്ലോക്ക് അല്ലെങ്കിൽ ഹ്യൂജ് മാസിനെയാണ് നമ്മൾ ഗ്രോസ് സാമ്പിൾ എന്ന് പറയുക. ഓക്കെ, ഇനി the final laboratory sample will be 1 gram of it. അതിൽ നിന്ന് ലബോറട്ടറി സാമ്പിൾ എന്ന് പറയണതോ ആ 500 ഗ്രാമിൽ നിന്ന് 1 ഗ്രാമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ലബോറട്ടറി സാമ്പിൾ. ആഫ്റ്റർ മേക്കിംഗ് ഇറ്റ് ഹോമോജീനിയസ് ബൈ ക്വാർട്ടറിംഗ് ഓർ ബൈ യൂസിങ് റിഫിൾസ് എക്സെട്ര. അപ്പോൾ ഈ ഹോമോജീനിയസ് ആക്കണം. 1 ഗ്രാമേ ഉള്ളൂ നമ്മുടെ ലബോറട്ടറി സാമ്പിള്. പക്ഷെ ആ ലബോറട്ടറി സാമ്പിൾ നമുക്ക് കിട്ടണത് എങ്ങനെയൊക്കെയാണ്? അതിനെ ക്വാർട്ടറിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ റിഫിൾസ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ എന്താ പറയുക സൈസ് കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ ലബോറട്ടറി സാമ്പിൾ എടുക്കുക. അപ്പോൾ ഇതിൽ ഈ 2 ടേം ക്വാർട്ടറിങ്ങും റിഫിൾ എന്ന് പറഞ്ഞിട്ടുള്ളതും ഇതിൽ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ ഇവിടെ ഉപയോഗിച്ചത്. ലബോറട്ടറി സാമ്പിൾ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന 2 ടെക്നിക്ക് അല്ലെ ഒരു ടെക്നിക്കും ഒരു ഡിവൈസുമാണ് ക്വാർട്ടറിങ്ങും റിഫിൾ എന്ന് പറഞ്ഞത്. അപ്പം അതെന്താന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വാട്ട് ഇസ് ക്വാർട്ടറിങ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു ഹ്യൂജ് ലംബായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് മാസ് ഉള്ള ഗ്രോസ് സാമ്പിളിനെ നമ്മൾ നല്ല പോലെ ഹോമോജീനിയസ് ആക്കണം. ഹോമോജീനിയസ് ആക്കാൻ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഒക്കെ നല്ലോണം കുറച്ച് അതിനെ നല്ല പോലെ ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുകയൊക്കെ വേണം. അപ്പം ഇങ്ങനെ വലിയൊരു 500 കിലോഗ്രാം ഭാരം ഒരു ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. ഒരു എന്താ പറയുക പാറക്കഷ്ണം 500 കിലോഗ്രാം ഭാരമുള്ള ഒരു പാറക്കഷ്ണം നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അതിനെ ക്വാർട്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നോക്കാൻ പോണേ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 1/4 ആണ് അല്ലേ? ഈ ക്വാർട്ടറിങ് എന്ന് പറഞ്ഞാൽ 1/4 ആക്കുക. ഈ ഹ്യൂജ് ബ്ലോക്കിനെ 1/4 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യണ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാർട്ടറിങ് എന്ന് പറയുക. യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് സൈസ്. ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് സൈസ്. ക്വാർട്ടറിംഗ് എന്ന് പറഞ്ഞാൽ സൈസ് റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ക്വാർട്ടറിംഗിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വാർട്ടർ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു പാറ കഷ്ണത്തെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണ ആ പ്രോസസ്സിനെയാണ് ക്വാർട്ടറിംഗ് എന്ന് പറയുക. വീണ്ടും ആ വലിയ മാസിനെ വീണ്ടും 4 ആക്കി ഡിവൈഡ് ചെയ്തു, വീണ്ടും 4 ആക്കി ഡിവൈഡ് ചെയ്തു, ഓരോന്നിനെയും 4 ആക്കി ഡിവൈഡ് ചെയ്യണ ആ പ്രോസസ്സിനെയാണ് ക്വാർട്ടറിംഗ് എന്ന് പറയുക. പിന്നെ അതേപോലെ റിഫിൾ ബൈ യൂസിങ് റിഫിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിഫിൾസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡിവൈസ് ആണ്. അപ്പോൾ റിഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ്
used for subdividing the material automatically to half in each step. ഓരോ സ്റ്റെപ്പിലും പകുതിയാക്കിയിട്ട് നമ്മുടെ സബ്സ്റ്റൻസിനെ ഡിവൈഡ് ചെയ്യണ മെക്കാനിക്കൽ ഡിവൈസ് ആണ് എന്ത് റിഫിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ സ്റ്റെപ്പിലും പകുതിയാക്കുക. അപ്പൊ നമ്മുടെ ഹ്യൂജ് ബ്ലോക്കിനെ വീണ്ടും പകുതിയാക്കുക, അത് കഴിഞ്ഞ് ആ ഒരു ഓരോ കഷ്ണവും വീണ്ടും പകുതിയാക്കുക, അങ്ങനെ ഓരോന്നിനെയും പകുതിയാക്കാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ ഡിവൈസിനെയാണ് റിഫിൾ എന്ന് പറയാം. ക്വാർട്ടറിംഗ് നടത്തി ഈ റിഫിളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ പാർട്ടിക്കിൾ സൈസ് കുറച്ച് വീണ്ടും നമ്മൾ ആ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞതിനെ എടുത്ത് നല്ലപോലെ ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, അതിൽ നിന്ന് 1 ഗ്രാമാണ് നമ്മൾ ലബോറട്ടറി സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. വീണ്ടും നമ്മുടെ കയ്യിലേക്ക് സാമ്പിൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെ പെസിൽ മോട്ടാർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് വീണ്ടും അനാലിസിസിന് ഉപയോഗിക്കുക. അപ്പോൾ ഗ്രോസ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വലിയ സൈസ് ഉള്ള നമ്മുടെ ബൾക്ക് മെറ്റീരിയലിന്റെ ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു ഹ്യൂജ് ലംബ് കളക്ട് ചെയ്യണതിനെയാണ് നമ്മൾ ഗ്രോസ് സാമ്പിളിംഗ് എന്ന് പറയുക. ഈ ഗ്രോസ് സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്തു, പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് വളരെ കുറച്ച് മാസുള്ള പാർട്ടിക്കിൾ ആക്കിയിട്ട് ഹോമോജീനിയസ് ആക്കിയിട്ടുള്ളത്, പാർട്ടിക്കിൾ സൈസ് കുറച്ചിട്ട് ഹോമോജീനിയസ് ആക്കിയിട്ടുള്ള പാർട്ടിക്കിൾ ആയിട്ട് മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ മാറ്റിയിട്ട് എടുക്കുന്ന ആ സാമ്പിളിനെയാണ് ലബോറട്ടറി സാമ്പിൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ കഴിയാണ്. താങ്ക് യു.